ഹായ്, ട്രാവൽ ഫോട്ടോ ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗൂഗിൾ പിക്സലിൻ്റെ ടാബ്ലറ്റ് അൺബോക്സിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഗൂഗിൾ ടാബ്ലറ്റിൻ്റെ റിലീസ് ഡേറ്റ് ജൂൺ 20th ആണ്. ഞാനും പ്രീ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രീ ഓർഡർ ചെയ്ത 20th ഡേ തന്നെ എനിക്ക് കിട്ടി. അന്നത്തെ ദിവസം തന്നെ നമ്മുടെ കയ്യിൽ ഷിപ്പ് ചെയ്ത് വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആണ് അതിൻ്റെ ബോക്സ്. നമുക്കത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി, അത് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് എന്താണെന്നുള്ള അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷനും ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ടാബാണ്. ഫസ്റ്റ് നമുക്കതൊന്ന് ഒരിങ്ങനെ പാക്കറ്റൊക്കെ ആക്കി തന്നിരിക്കുകയാണ്. കണ്ടോ, ഒരു സ്ലീക്ക് ഡിസൈനാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചാർജിങ് സ്ലോട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഗൂഗിളിലൊരു എംബ്ലം ഉണ്ട്. ക്യാമറ, ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ. ഇവിടെ നമുക്ക് ബോക്സ് എന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് വരുന്നത് ഒരു ഗൂഗിൾ സ്റ്റാർട്ട് എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ് അതിനകത്ത്. ഓക്കെ, രണ്ടെണ്ണേ ഉള്ളൂ അതിനകത്ത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു സ്പീക്കറാണ്. അപ്പോൾ അത് സ്പീക്കറും അതുപോലെ തന്നെ ചാർജിങ് ഡോക്കുമാണ്. പിന്നെ വരുന്നത് ചാർജിങ് ഒരു അഡാപ്റ്ററാണ്. ഇത് ഗൂഗിൾ ഡോക്കിലേക്കുള്ള അഡാപ്റ്ററാണ്. അപ്പോൾ അതത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അല്ലാതെ ടാബായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്കത് സ്റ്റേഷനിൽ വെച്ചിട്ട് ഗൂഗിൾ ഹോമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ OS പറഞ്ഞില്ലേ, OS ആൻഡ്രോയിഡ് OS ആണ്. ഇത് 3 കളറിൽ വരുന്നുണ്ട്. പോർസലിൻ, പിന്നെ ഹേസൽ, അതല്ലാതെ റോസ്, അങ്ങനെ 3 കളറിലാണ് വരുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഹേസൽ മോഡലാണ്. അതായത് ഒരു ഗ്രീനൊക്കെ, ഒരു ആഷ് ഗ്രീൻ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ മെമ്മറി വരുന്നത് 8 GB റാമാണ്. അതേപോലെ തന്നെ 2 സൈസുള്ള സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. 128 GB അതുപോലെ തന്നെ 256 GB സ്റ്റോറേജ് സ്പേസ് ഉള്ള ടാബാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ 256-ൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ ആക്ച്വലി ഈ ഡയഗണൽ ബേസിൽ 10.95, അതായത് 11 അടുപ്പിച്ചുള്ള ഒരു ഇതാണ് വരുന്നത്. പിന്നെന്താണ്, ഇതിൻ്റെ എഡ്ജസൊക്കെ ഉണ്ടോ, എഡ്ജസൊക്കെ കേർവ്ഡ് ആണ്. നല്ലൊരു സംഭവം, നല്ലത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബേസിൽ വരുന്ന സാധനം, അതായത് ബ്ലാക്ക് വരുന്നത് ഈ ഹേസലിന് മാത്രമാണെന്നാണ് ഞാൻ കേട്ടത്. ബാക്കിയുള്ളതിനെല്ലാം വൈറ്റ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ബ്ലാക്ക്, അതുകൊണ്ടും കൂടെയാണ് ഞാനിത് ഈ കളർ സെലക്ട് ചെയ്തത്. 2560:1600 ആണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതായത് 16:10 ആസ്പെക്ട്സ് റേഷ്യോയിലാണത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ 276 പിക്സൽ പെർ ഇഞ്ചാണ് അതിൻ്റെ പിക്സലും. അതേപോലെ തന്നെ 500 നിറ്റ്സ് ആണ് അതിൻ്റെ ബ്രൈറ്റ്നസ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലെയറൊക്കെ നമുക്ക് അടിക്കും. 500 നിറ്റ്സേ ഉണ്ടാകുന്നുണ്ട്. 24 ബിറ്റ് ഡെപ്ത് ഉണ്ട് കളറിന്. അതേപോലെ തന്നെ 16 മില്യൺ കളേഴ്സാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ബാറ്ററി എന്ന് പറയുന്നത് 12 hours വീഡിയോ സ്ട്രീമിംഗ് അവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററിയാണ്. 24 watts ബാറ്ററിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 2 രീതിയിൽ ചാർജ് ചെയ്യാം. ഒന്ന് നമ്മുടെ ഈ ഡോക്ക് വഴി ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് USB-C പോർട്ട് വെച്ചിട്ട്, USB-Cയുടെ പോർട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. ഇനി ഇതിൻ്റെ ക്യാമറയെ പറ്റി നമുക്ക് പറയാം. ക്യാമറ ടാബുകളിലൊക്കെ വളരെ കുറവായിരിക്കും അതിൻ്റെ മെഗാ പിക്സൽസൊക്കെ. ആപ്പിൾ ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്
ഇതിന് ഫ്രണ്ടും ബാക്കിലും ഒരേ ക്യാമറയാണ്, ഒരേപോലത്തെ സ്പെസിഫിക്കേഷൻസ് ഉള്ള ക്യാമറയാണ്. അതായത് 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതേപോലെ തന്നെ അതിൻ്റെ F2 അപ്പാർച്ചർ റേറ്റും ആയിട്ടുള്ള ക്യാമറയാണ്. ഏകദേശം 84 വ്യൂ ആംഗിൾ, വൈഡ് ആയിട്ടുള്ള ആംഗിളിൽ അത് ഷൂട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് സ്പെസിഫിക്കേഷനാണ്. അത് 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഫ്രണ്ട് ക്യാമറയാണെങ്കിലും ബാക്ക് ക്യാമറയാണെങ്കിലും സെയിം ആണ്. ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പുതിയ നമ്മുടെ പിക്സൽ കൊണ്ടുവന്ന കുറേ പുതിയ ഓപ്ഷൻസ് ഉണ്ട്. മാജിക് എറേസർ, മാനുവൽ വൈറ്റ് ബാലൻസിങ്, ലോങ് എക്സ്പോഷർ, നൈറ്റ് സൈറ്റ്, ലൈവ് HDR+, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്, ക്യാമറ ഫീച്ചേഴ്സ്. അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണെന്ന്. ഇതിൻ്റെ പ്രോസസ്സർ ഗൂഗിൾ ടെൻസർ 2 ആണ്. അതേപോലെ തന്നെ ഇതിനൊരു കോ പ്രോസസ്സർ വരുന്നുണ്ട്, ടൈറ്റാൻ M2. അത് സെക്യൂരിറ്റി ഫീച്ചേഴ്സിനും ഒക്കെ അത് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ പല പോർട്ടുകളെ പറ്റി നമുക്ക് നോക്കാം. ഒന്ന് പവർ ബട്ടണാണ്, പിന്നെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, പിന്നെ സ്പീക്കേഴ്സ്, അതായത് 4 സൈഡിലായിട്ട് 4 സ്പീക്കേഴ്സ് ഉണ്ട്, പിന്നെ 2 റബ്ബർ ബുഷ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, ചാർജ് ചെയ്യാനുള്ള USB-C പോർട്ട്, പിന്നെ മൈക്രോഫോൺ. 3 മൈക്രോഫോൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് റൈറ്റ് സൈഡിൽ ഒരെണ്ണം, ടോപ്പിൽ 2 എണ്ണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പിൻസ് 4 പിന്ന്, ഇത് ഇത് ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ വോളിയം നമ്മുടെ സ്പീക്കറിലേക്ക്, ഇത് സ്പീക്കറും കൂടിയാണ്. അപ്പോൾ ഈ സ്പീക്കറിലേക്കും കൂടെ വോളിയം ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോർട്ടാണിത്. പിന്നെ ഇത് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള പാറ്റേൺ ഫിംഗർ പ്രിൻ്റ് ഒരു സംഭവമുണ്ട്, റീഡറുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ പാറ്റേൺ വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ പിൻ കോഡ് വെച്ച് നമുക്ക് അത് അൺലോക്ക് ചെയ്യാം. ഇപ്പോൾ 3 ടൈപ്പായിട്ടാണ് നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. അധികം ഇതിൻ്റെ വൈഫൈ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ Wi-Fi 6 ആണ് അത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 വേർഷനാണ് ഇതിനുള്ളത്. വൈഫൈയുടെ ഡുവൽ ബാൻഡും ഉണ്ട്, 2.4 GHz അതുപോലെ തന്നെ 5 GHz ബാൻഡുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാ ഡിവൈസസിനും ഇപ്പോൾ അത് ഉണ്ടാവാറുണ്ട്. അവർ പറയുന്നത് 5 ഇയേഴ്സ് ഗൂഗിൾ അപ്ഡേറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യും ഈ ടാബ്ലറ്റിന്. പിന്നെ ഉള്ളത് ഇതിൻ്റെ പ്രൈസാണ്. ഇത് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ US ഇതിൻ്റെ പ്രൈസ് 128 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം $499, അതായത് $500. പിന്നെ അതിൻ്റെ കൂടെ ടാക്സ് ഒക്കെ വരും, അപ്പോൾ അതിന് 500 പുറത്ത് പോകും. അതുപോലെ തന്നെ 256 ആണെന്നുണ്ടെങ്കിൽ 600, അതായത് $599 ആണ്. 600 അബോവ് അതിൻ്റെ റേറ്റ് വരും. അപ്പോൾ ഇത് ഇന്ത്യയിൽ അതിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും, ഇന്ത്യയിൽ റിലീസ് ഡേറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ US ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്പെസിഫിക്കേഷൻ. നമുക്ക് ഇന്ന് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം എന്തായിരിക്കും അത് വരാൻ പോകുന്നത്. എനിക്കും അറിയില്ല, ഞാനിത് കിട്ടിയിട്ട് ഇത് ഓണാക്കി നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇത് കണ്ടു. അപ്പോൾ ഒന്ന് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഓണാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. പവർ ബട്ടണിൽ ഒരു 3-4 സെക്കൻഡ് പിടിച്ച് വെക്കുമ്പോൾ അത് ഓണാവുമെന്നാണ് പറയുന്നത്. പിന്നെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് ഗൂഗിൾ വരുന്നുണ്ട്. അത് വെൽക്കം ടു പിക്സൽ ടാബ്ലറ്റ് എന്ന് പറയുന്നുണ്ട്. കാണാമോ? ഓക്കെ, വെൽക്കം ടു പറയുന്നുണ്ട്. വെൽക്കം ടു യുവർ പിക്സൽ ഇംഗ്ലീഷ് ആക്സസിബിലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. അല്ല, ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ കൊടുത്തു. അപ്പോൾ ആദ്യം ഒരു വൈഫൈ സെർച്ച് ചെയ്യുകയാണത്. നമുക്കൊരു വൈഫൈ സെർച്ച് ചെയ്ത് നമ്മളൊരു വൈഫൈ എടുക്കണം. അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. നമ്മളപ്പോൾ പാസ്വേഡ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ യു ക്യാൻ ചൂസ് ടു ട്രാൻസ്ഫർ യുവർ ആപ്പ്, ഫോട്ടോസ്, കോൺടാക്ട്, ഗൂഗിൾ അക്കൗണ്ട് ആൻഡ് മോർ, അങ്ങനെ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഡോൺ കോപ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് നോ കോപ്പി എന്ന് വെച്ച് നമ്മൾ നോക്കാം. അത് അധികം കൂടുതൽ സമയമെടുക്കും. യൂസ് യുവർ ഓൾഡ് ഡിവൈസ്, അതായത് നമ്മുടെ പുതിയ യു നീഡ് യുവർ ഓൾഡ് ആൻഡ്രോയിഡ് ഓർ ഐഫോൺ ഡിവൈസ്, ടേൺ ഇറ്റ് ഓൺ ആൻഡ് കീപ്പ് ഇറ്റ് അൺലോക്ക്. അതായത് കാണ്ട് യൂസ് ഓൾഡ് ഡിവൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ പണ്ടത്തെ ഗൂഗിൾ ഡിവൈസസിൽ നിന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഡാറ്റ പാസ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാണ്ട് യൂസ് ഓൾഡ് ഡിവൈസ്, restore data without old device. Okay, you can restore the data including photos, video if you
if you have used to restore without all device, sign into your username and password on the next screen. Okay. സോ നമുക്ക് ഇതിനൊരു ലോഗിൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ലോഗിൻ വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സൈൻ ഇൻ ചെയ്തിട്ടായിരിക്കും കയറുന്നത്. സൈൻ ഇൻ വന്നു നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഞാൻ അതിനകത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ സ്റ്റെപ്പ് വന്നു. നമ്മുടെ മൊബൈലിലേക്കാണ് വന്നത്. അപ്പോൾ അത് മൊബൈലിൽ നമ്മൾ എടുക്കണം. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അപ്പോൾ നമ്മളത് ഐ അഗ്രി കൊടുക്കുക. ഇപ്പോൾ ഗെറ്റിംഗ് അക്കൗണ്ട് ഇൻഫർമേഷൻ, നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ എല്ലാം നമുക്ക് അത് ഗൂഗിൾ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നോ ബാക്കപ്സ് ഫോണ്ട്. ഞാൻ അങ്ങനെ ബാക്കപ്സ് ഈ ഗൂഗിളിൻ്റെ ഡ്രൈവിലൊന്നും അങ്ങനെ ഗൂഗിളിൻ്റെ ബാക്കപ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളത് നെക്സ്റ്റിലേക്ക് പോകുന്നു. ടാപ്പ് ടു ഇൻഫർമേഷൻ യൂസ് ബേസിക് ഡിവൈസ് ബാക്കപ്പ്. ഓക്കെ, അത് ബാക്കപ്പിൻ്റെ പറയുന്നുണ്ട്. SMS ഞാനൊന്നും ചെയ്തിട്ടില്ല. സെൻഡ് അതിനകത്ത് നമുക്ക് കൊടുക്കാം. യൂസ് ഡിവൈസ് ബാക്കപ്പ്, റീസ്റ്റോർ ഡാറ്റ എനി ടൈം പറഞ്ഞിട്ട് നമുക്ക് ഓണും ആക്കാം ഓഫും ആക്കാം. യൂസ് ലൊക്കേഷൻ അലോ ആപ്സ് ആൻഡ് സർവീസസ് ലൊക്കേഷൻ പെർമിഷൻ ഡിവൈസ് ഗൂഗിൾ മേ കോൾ ലൊക്കേഷൻ ഡാറ്റ പീരിയോഡിക്കലി. അപ്പോൾ അനോണിമസ് ടു ഇംപ്രൂവ് ലൊക്കേഷൻ ആക്യുറസി. പിന്നെ സെൻഡ് യൂസ് ഡാറ്റ ഡയഗ്നോസ്റ്റിക് അത് നമുക്ക് ആവശ്യമില്ല, ഞാൻ കൊടുത്തു. ഡാറ്റ ആക്സെപ്റ്റ് കൊടുക്കുക. ലിമിറ്റഡ് വാറണ്ടി ആൻഡ് വാറണ്ടി ഇതിലേക്ക് വന്നു. അപ്പോൾ അതും നമ്മൾ നെക്സ്റ്റ് അടിച്ചു. അഡീഷണൽ ലീഗൽ ടൈം ഐ ആക്സെപ്റ്റ് കൊടുത്തു. നമുക്കൊരു പിൻ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ പിൻ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് സ്ക്രീൻ ലോക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാം. പാറ്റേൺ ആകാം, അതേപോലെ തന്നെ പിൻ ആകാം, പാസ്വേഡ് ആകാം, എന്ത് വേണം നമുക്ക് കൊടുക്കാം. 3 ലോക്ക് പാറ്റേൺ ഉണ്ട്. നമുക്ക് പിൻ ആയിക്കോട്ടെ, പിൻ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. റീ എൻറ്റർ ചോദിച്ചിട്ടുണ്ട്, കൺഫേം ചെയ്തു. സെറ്റപ്പ് ഫിംഗർ പ്രിൻറ്റ്, നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വെക്കേണ്ടത്. നമ്മുടെ പവർ ഇതിനകത്താണ്. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം അനദർ, ബട്ട് നമ്മളത് ഇപ്പോഴത്തെ സ്കിപ്പ് ചെയ്യുന്നു. ഗെറ്റ് തിങ്സ് ഡൺ ഹാൻഡ് ഫ്രീ. ഗൂഗിൾ അസിസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഗൂഗിൾ അസിസ്റ്റ് അൺലോക്ക് ദ ടാബ്ലറ്റ്, യൂസ് അസിസ്റ്റ് വിത്തൗട്ട് അൺലോക്കിംഗ് യുവർ ടാബ്ലറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്യാം തൽക്കാലത്തേക്ക്. എനിത്തിങ് എൽസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ മ്യൂസിക് അറൗണ്ട് എന്നൊക്കെ പറയുന്നു. നമ്മളത് നോ താങ്ക്സ് കൊടുത്തു വിട്ടു ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഗെറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് നോ താങ്ക്സ് കൊടുത്തു വിട്ടു. സ്കിപ്പ് ടു നാവിഗേറ്റ്, നമ്മളതെല്ലാം സ്കിപ്പൊക്കെ ചെയ്തു. ഇൻസ്റ്റാൾ അപ്ഡേറ്റ് ടു കീപ് ഡിവൈസ് സെക്യൂർ എന്ന് പറയുന്ന സംഭവം വന്നു. സിസ്റ്റം ഈസ് 0 day ഔട്ട് ഓഫ് ഡേറ്റ്. ഡൗൺലോഡിങ് അപ്ഡേറ്റ് ഓവർ സെല്ലുലാർ നെറ്റ്വർക്ക് വൈഫൈ മേ കോസ് അഡീഷണൽ ചാർജസ് അപ് ടു 221 MB ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്യുകയാണ്. അത് ഡൗൺലോഡ് ചെയ്തേക്കാം. ഓൾ സെറ്റ്, യു ആർ റെഡി ടു യൂസിങ് ദ ഡിവൈസ്, സൈപ്പ് അപ്പ് ടു ദ സ്ട്രീം. അപ്പോൾ നമുക്കങ്ങനെ അത് സെറ്റപ്പ് ചെയ്ത് വന്നു. ഓക്കെ, നമ്മളത് ഗൂഗിൾ ഹോം സെറ്റപ്പ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻ, നമുക്ക് വിജറ്റ്സും കുറച്ച് കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ വീഡിയോ ആവും. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക. അപ്പോൾ നമുക്കതിൻ്റെ അടുത്ത വീഡിയോസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോസ് നമുക്ക് പഠിച്ച് എല്ലാം ചെയ്ത് നമുക്കൊന്ന് യൂസ് ടു ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇറക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മളത് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹായിക്കുക. അടുത്ത വീഡിയോ വരെ ബൈ ബൈ.